പുതിയൊരു വീട് വാങ്ങിക്കാൻ നേരം നമ്മൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? നിനക്കറിയോ? ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് ഓരോരുത്തരുടെ റിക്വയർമെന്റ് അല്ലേ. എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ അടുത്ത് ട്രാൻസ്പോർട്ടേഷനുള്ള ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. പിന്നെ ഒരു വീട് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യാണ്. ആദ്യം നമ്മൾ അതിനുള്ള ഫണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒട്ടുമിക്ക ആളുകൾക്കും പലർക്കും ഇല്ലാത്തൊരു പ്ലാനിങ് അതാണ്. ആദ്യം നമ്മൾ എത്ര രൂപയുടെ വീടാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. തീർച്ചയായും ചില ആളുകളുടെ ഈ ലിക്വിഡായിട്ട് ക്യാഷ് ഉണ്ടാവും, ഇത്രയും നാൾ സമ്പാദിച്ചു വെച്ച പൈസ ഇത്രയും ഉണ്ടാവും, അതിന് ഒരു ഭാഗം എടുത്തിട്ട് ഒരു വീട് വാങ്ങിക്കാം. ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ ആയിരിക്കത്തില്ല. കുറച്ച് പൈസ കയ്യിലുണ്ടാവും, കുറച്ച് പൈസ ലോണായിട്ടുണ്ടാവും, അല്ലേ? അതെ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചിന്തിക്കണം? നമ്മുടെ അടുത്ത് എത്ര രൂപ ആദ്യം എടുക്കാനുണ്ട് എന്നുള്ള കാര്യം നോക്കുക. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് നമുക്ക് ലോണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കണമാണ്. അതിന് ശേഷമേ നമ്മൾ വീട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. അതായത് പകുതി പൈസ ആക്കി വെച്ചിട്ട് വീട് വാങ്ങിക്കാൻ ഇറങ്ങിത്തിരിക്കരുത്. പല കസ്റ്റമേഴ്സും വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, ഇത് എനിക്ക് ഇത്രയും രൂപയുടെ വീട് വാങ്ങണം, പക്ഷേ എൻ്റെ എലിജിബിലിറ്റി ഇത്രയും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവസാനം വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വീട് വാങ്ങിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ എടുക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വെക്കുക. ചിലപ്പോൾ സ്വർണ്ണമായിട്ടുണ്ടാവും, ചിലപ്പോൾ ക്യാഷ് ആയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിനുശേഷം നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങളുടെ ലോണിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുന്നല്ലേ? നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇത്രയും കൊടുക്കുക. ലോൺ കൃത്യമായിട്ടും സെറ്റ് ചെയ്ത് തരും. അത് ഏത് ബാങ്കിലും, എല്ലാ ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ബാങ്കുകളുമായിട്ട് നോക്കി നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുക, RBIയുടെ റൂൾ പ്രകാരമുള്ള ഏറ്റവും നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ അതാദ്യം ചെക്ക് ചെയ്ത് വെക്കുക. അതിനുള്ള സൊല്യൂഷൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടേ. പോരെ? അടിയിൽ പോരെ? ഓക്കെ. അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് ആദ്യ ഗഡുവായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാണിച്ചാലോ? കാണിക്കാം. ദാ ഈ കാണുന്ന വീടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീട് എത്ര സെൻറ്റാണെന്നറിയാമോ? 3 സെൻറ്റിനകത്തായിട്ട് കേട്ടോ. 3 സെൻറ്റിനകത്തായിട്ട് 1550 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. ഈ വീടുള്ളതും എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി എന്ന സ്ഥലം. അപ്പോൾ വീട് നേരത്തെ നിന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. അപ്പോൾ വീട് നോക്കുമ്പോൾ സ്ഥലം നോക്കും അല്ലേ? സ്ഥലം നോക്കും. അപ്പം തീർച്ചയായിട്ടും അറിയേണ്ടത് ഇവിടെ നിന്ന് മറ്റുള്ള ദൂരങ്ങളാണ് അല്ലേ? അപ്പോൾ ദൂരങ്ങൾ നോക്കണം. നിങ്ങൾക്കും ദൂരം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന്, ഇതൊരു പ്രോജക്റ്റാണ്. അത് ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാം, ഇതിന് ചുറ്റും വീടുകളുണ്ട് കേട്ടോ. തൊട്ട് ചേർന്ന് തന്നെ വീടുകളുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നിന്നും പൂക്കാട്ടുപടിയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ അടുത്തോളം ദൂരമുണ്ട്. 2.5 കിലോമീറ്റർ. 2.5 ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് തെറ്റി. അപ്പം 1/2 കിലോമീറ്റർ കുറച്ച് 2.5 കിലോമീറ്റർ. ഇനി ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് എത്ര ദൂരമുണ്ട്? 12 അല്ലേ? നമ്മൾ ഗൂഗിൾ നോക്കിയില്ലായിരുന്നു? 12 കിലോമീറ്റർ ആണ് ഗൂഗിൾ നോക്കിയപ്പോൾ കാണിച്ചത്. അപ്പോൾ അത്രയും അടുത്തായിട്ടാണ് ഇൻഫോ പാർക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ ഡ്രൈവ്, കറക്റ്റ് ഒരു 32 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഇന്ന് അടുത്തായിട്ടാണ് രാജഗിരി ഹോസ്പിറ്റൽ. ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ടാവും, തീർച്ചയായിട്ടും എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്തായിട്ടാണ് എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫേമസ് ഹോസ്പിറ്റൽ അല്ലേടാ? നല്ല ഫേമസ് ഹോസ്പിറ്റലാണ് രാജഗിരി. ഏകദേശം 4-4.5 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 3 സെൻറ്റ് 1550 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള വീടാണ്. അപ്പം ഇവിടെ നമുക്കിനി വഴി കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഈ വഴി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വാഹനങ്ങൾ സുഖമായിട്ടും കടന്നു പോകുന്ന തരത്തിൽ വീതിയുള്ള വലിയ റോഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ വഴിക്ക്, അതായത് ഈ ഒരു വഴിയിലായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മതിലിലേക്ക് നോക്കാം. മതിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക്, മതിലിൻ്റെ ആ ഒരു ബോട്ടം ഭാഗത്തായിട്ടാണ് ആ ഒരു ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. അതായത് 4-way കോൺവെക്സ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. കൊള്ളാമല്ലോ ആ ഡിസൈൻ? കൊള്ളാം, ക്ലാസ് ആയിട്ടുണ്ട്. പിന്നെ മുകളിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഡിസൈൻ വർക്ക്. ഇവിടെ LED ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്തൊക്കെ കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ LED ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗേറ്റിലേക്ക് നോക്കാം. ഗേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ GR സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ HBL ഷീറ്റ്, ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഷീറ്റ് റിവറ്റ് ചെയ്താണ് പലരും വെക്കാറ്, പക്ഷേ ഇവിടെ സ്ക്രൂ ചെയ്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. എനിക്ക് റിവറ്റും സ്ക്രൂ ഒക്കെ ഒരേപോലെ തന്നെ നല്ല സ്ട്രെങ്ത് തരുന്ന സംഭവമാണ്. ഗേറ്റ് പിന്നെ അധികം പണി നടത്തൂലല്ലോ. എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല രസമുണ്ട് ഗേറ്റ്. പിന്നെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഭാഗത്തെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ പൂർണ്ണമായിട്ടും സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് വീടിൻ്റെ ഓവറോൾ ലുക്ക് നിങ്ങൾ നേരത്തെ കണ്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? കളർ കോമ്പിനേഷൻ ഇത് ഏതൊക്കെയാണ് കളർ? വൈറ്റ് കളർ എൻ്റെ അടുത്ത് ചോദിക്കരുത്. എനിക്ക് തോന്നുന്നു ബീജിന്റെ മറ്റൊരു കളറാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഒരു സൈഡ് ഒരു ഗ്രീൻ ടെക്സ്ചർ ലൈക്ക് ഒരു പെയിന്റ് വർക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതൊരു പ്രീമിയം ലുക്കും കൊടുക്കും. അതൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. ആ ഒരു ഗ്രീൻ വർക്ക് അതിനകത്ത് ആ ഗോൾഡൻ ലൈൻസ് ഒക്കെ വരുമ്പോഴേ അല്ലേ, അത് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഏറ്റവും മുകളിൽ പാരപ്പറ്റിലെ ഡിസൈനിന്റെ വർക്കുകൾ കൊള്ളാം. പിന്നെ ആ സ്ലോപ്പിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റൂഫ് വർക്ക്, അതിന് മുകളിൽ എനിക്ക് സെറാമിക് കൂടുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ആ ഒരു ചെറിയ ടെക്സ്ചറിന്റെ പോർഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ ഒരു ബോക്സി എലമെന്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല സ്പോട്ട് ലൈറ്റുകളെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഓവറോൾ ആ ഒരു ലുക്ക് നല്ല ഭംഗിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. ഇനി നമുക്ക് വീണ്ടും കോമ്പൗണ്ടിലേക്ക് കയറിയല്ലോ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഇന്റർലോക്ക് ബ്രിക്സ് ആണ്. ഇതിനകത്ത് നിനക്ക് നമ്മൾ നോർമൽ വീഡിയോസ് കുറേ കാണാറുണ്ട്. ഇതിനകത്ത് നിനക്ക് എന്താ വ്യത്യാസം തോന്നുന്നേ? എനിക്ക് വ്യത്യാസം തോന്നല്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ, കുറച്ചുകൂടെ ഡെൻസിറ്റി ഉള്ള തരത്തിലുള്ള ഗ്രാസിനെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. നോർമൽ നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഗ്രാസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇന്റർലോക്ക് ബ്രിക്സ് ആണ്, സിമെന്റ് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ കാര്യം നോക്കാം. കാർ പാർക്കിങ്ങിൽ അത്യാവശ്യം നമുക്ക് വലിയൊരു വാഹനം, ഒരു ഇന്നോവ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെഡാനും സുഖമായിട്ട് ഇപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇപ്പോഴത്തെ സെഡാൻ നോക്കിക്കഴിഞ്ഞാൽ സ്കോഡ സ്ലാവിയ ആയാലും അതല്ലെങ്കിൽ ഫോക്സ്വാഗൻ വെർട്ടിസ് ആയാലും അങ്ങനെയുള്ളൊരു ഒരു സെഡാൻ വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാം. കറക്റ്റ് അതിനുള്ള പാർക്കിംഗ് സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ പവർ പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാർപോർട്സിലെ ലൈറ്റ് നോക്കിയേ, കൊള്ളാം അല്ലേ? കൊള്ളാം. 4 LED ലൈറ്റ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഓവർ ആക്കിയിട്ടില്ല, വളരെ സിമ്പിളായിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ ആ ഒരു വർക്ക് ഏരിയ സ്പേസ് വരാനുള്ള ഭാഗമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി അവിടെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ കോമൺ ആയിട്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കിണറാണ്. ആ കിണറിൽ നിന്നാണ് ഇവിടേക്ക് മെയിനായിട്ടും വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അത് ഈ ഒരു എൻ്റയർ പ്രോജക്റ്റിനുള്ളിലേക്ക്. പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങൾ KW വാട്ടർ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് ഇവിടെ അതായത് പുറത്ത് വരെ പോയിന്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്ഷൻ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുള്ള സ്പേസും സൗകര്യവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തൂണുകൾക്ക് കൊടുത്തേക്കുന്ന ടെക്സ്ചർ വർക്ക് കൊള്ളാം അല്ലേ? സിമ്പിൾ ടെക്സ്ചർ വർക്കാണ്, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം ചോദിച്ചോ, ഈ കണക്ഷൻ ഇല്ലേ KW, അത് ഒട്ടുമിക്ക വീട്ടിലോട്ട് എടുക്കാറില്ലല്ലോ, എന്താ അറിയാം? ഇപ്പം ഈ KW വാട്ടർ കണക്ഷൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ പേരിലായിരിക്കും അയാൾ എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഇത് വേറൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം സാധാരണ ഇതൊരു വീട് രജിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ ഇത്രയും കാലതാമസമോ അല്ലെങ്കിൽ ആ പരിപാടികളോ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് കാലതാമസവും അതിനുള്ള നൂലാമാലകളും കുറച്ചധികം ഉണ്ട്. കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലരും ബിൽഡേഴ്സ് ആരും എടുത്ത് വെക്കാത്തത്. കാരണം അതൊരു ഇച്ചിരി തലവേദന പിടിച്ച പരിപാടിയാണ്. അതേസമയം നമ്മൾ ആദ്യമേ നമ്മളുടെ പേരിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് വളരെ ഈസി പ്രോസസ്സാണ്. എടുത്തിട്ട് പിന്നെ പേര് മാറ്റുന്ന സമയമൊക്കെ വരുമ്പോഴാണ് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 2 വീലർ വേണേൽ പാർക്ക് ചെയ്യാം, അതിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഗാർഡനൊക്കെ ആയിട്ട് അല്ലെ അതൊക്കെ ഒരുക്കി വെക്കാനുള്ളൊരു സ്പേസാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ മീറ്റർ ബോക്സ് വെച്ചേക്കുന്നത് ഇവിടെ ആയിട്ടാട്ടോ. മീറ്റർ ബോക്സ് വെച്ച് അപ്പം കറണ്ട് കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്, അതുകൊണ്ട് തന്നെ വീണ്ടും നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അനിവാര്യമായ കാര്യമാണ്. പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ടാപ്പ് അനിവാര്യമാണ്. ഇവിടെയൊക്കെ ഏകദേശം ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ, ഒരുപാട് സ്പേസ് ഇല്ല. ഒരാൾക്ക് കഷ്ടി നടന്നു പോകാൻ പാകത്തിനുള്ള സ്പേസാണ്. കാരണം 3 സെൻറ്റ് സ്ഥലത്തെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് കാണുമ്പോഴും അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്? കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം ഉപയോഗിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ട്, എനിക്ക് ഈ വീട് അത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ചെറുതെങ്കിലും നമ്മളുടെ ചെരുപ്പുകളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഈ ഒരു ഷൂറാക്കും. ഇതെനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാ വീട്ടിലും വേണ്ട ഒരു കാര്യമാണ്. മൾട്ടിവുഡിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അതിന് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പം സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാണ് അല്ലേ? ബ്ലാക്ക് കളർ ഗ്രൗണ്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1-2 കസേരകൾ സുഖമായിട്ടും ഇടാൻ പറ്റും. ഈ വീട് കിഴക്ക് ദിശയിലേക്കാണ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. തടികൾ ആഞ്ഞിലി മഹാഗണിയാണ് ഇവിടെ മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാര്യമാണ്. ആ ഒരു ചെരുപ്പ് വെക്കാനുള്ള സ്ഥലം മറ്റൊന്നുമല്ല, കൃത്യമായിട്ടും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല. അതെന്തായാലും വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. അപ്പോൾ മെയിൻ ഡോറിലേക്ക് നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ വരച്ചേക്കുന്ന ഡിസൈനാണ്, ഇത് കാതലിൻ്റെ ഡിസൈൻ അല്ല കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം മരത്തിൻ്റെ കാതലിൻ്റെ ഡിസൈനാണ് ഇതെന്നുള്ള കാര്യം. അല്ല, ഇത് അവർ വരച്ചെടുത്തേക്കുന്നതാണ്.
എന്തായാലും കൊള്ളാം അല്ലേ? കൊള്ളാം. ഒറ്റയടിക്ക് പറയത്തില്ല വരച്ചേക്കുന്നതാണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാ കയറി വരുന്നത് നമ്മളുടെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ കോർണർ സെറ്റ് ഇടാനായിട്ട് പറ്റും. അതില്ലേ നമുക്കിവിടെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റ് ഇടാൻ പറ്റും? ഇവിടെ 1 2 3 4 5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കോർണർ സെറ്റ് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനുള്ള സ്ഥല സൗകര്യം എന്തായാലും ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ജനാലകൾ. എനിക്കൊരു സംശയമുണ്ട്, ഈ ഫ്രെയിം വർക്കില്ലേ ഇത് മരത്തിന്റെ ആണോ? ഇത് മരമല്ല, ഇത് മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. മൾട്ടിവുഡിൽ വിനൈൽ ഷീറ്റ്സ് ആണ് ഒട്ടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ള് സംശയങ്ങളാണല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും സംശയങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തടിയാൻ തോന്നും, പക്ഷേ തടിയല്ല, മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഇത് കട്ടളയാണ് കേട്ടോ. ഇത് കട്ടളയും ഇത് ഫ്രെയിം വർക്കുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്രയുണ്ട്. പക്ഷെ കാണാൻ ലുക്കുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒറ്റ നോട്ടത്തിൽ അല്ലേ? ഇത് നിൽക്കും, ലാസ്റ്റ് ചെയ്യും? കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്തോളും. അപ്പോൾ വേറെ ഇതിനകത്ത് വേറെ ഇത് വെള്ളം വീണാലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കുത്തി പൊളിക്കാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമല്ല, അത് പൊളിഞ്ഞു പോകത്തില്ല. ടി വി യൂണിറ്റ് ഏരിയ നോക്കിയേ, എങ്ങനെയുണ്ട് ടി വി യൂണിറ്റ് ഏരിയ? കൊള്ളാല്ലേ? ഉള്ളിൽ ആ ഗ്രേ കളർ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ലതായിട്ടുണ്ട്. അതിന് ബാക്ക് ഡ്രോപ്പ് ലൈറ്റുകൾ പോയിരിക്കും, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഇൻഡോർ പ്ലാന്റുകൾ, പിന്നെ കരകൗശല വസ്തുക്കളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ടി വി തന്നെ സെറ്റ് ചെയ്യാം. അല്ല, വലിയ ടി വി തന്നെ സെറ്റ് ചെയ്യാം. സെയിം നീ നേരത്തെ ചോദിച്ച ഈ ജനാലകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന സെയിം മെറ്റീരിയൽ മൾട്ടിവുഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാര്യത്തിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ ഇത് വലിയ ടൈൽസാണ്, 2x4 വലിയ ടൈൽസാണ്, വൈറ്റ് കളർ ടൈൽസാണ്. സീലിംഗ് നോക്കിയേ, എങ്ങനെയുണ്ടോ ഡിസൈൻ? കൊള്ളാട്ടാ, കൊള്ളാം അല്ലേ? സ്ട്രിപ്പ് ലൈറ്റ്സിന് ഇച്ചിരി ഒഴിവാക്കിക്കൊണ്ട് സ്പോട്ട് ലൈറ്റുകളെ മറ്റൊരു രീതിയിൽ ക്രോസ് ആയിട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു ഡിസൈൻ കൊള്ളാം, നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു എന്താ പറയുക, ഒരു ഷേപ്പൊന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ഒരു ഷേപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടീഷൻ വർക്ക് സാധാരണ രീതിയിൽ മോൾ ഭാഗത്ത് നമുക്ക് CNC കട്ടിങ് ഉള്ള വർക്കുകളെ കാണാം. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള വർക്കുകളൊന്നുമില്ല, കുറച്ച് സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, അല്ലെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളിന് അവിടെ ഒരു സ്പേസ് നമുക്ക് 6 പേരിട്ട് തിങ്ങിപ്പോവല്ലേ? 6 പേരിട്ട് തിങ്ങുന്നില്ല, ഓവൽ ഷേപ്പിൽ ഇട്ടാൽ മതി. അവിടുന്ന് ഓവൽ ഷേപ്പ് ഡൈനിങ് ഏരിയ, ഡൈനിങ് സ്പേസിന് അതിനു വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നിനും ഉപയോഗിക്കണ്ട. പറഞ്ഞാൽ 6 പേർക്കെല്ലാം ഡൈനിങ് ടേബിൾ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് കൃത്യമായിട്ട് സെൻട്രൽ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതിലെ കൂടെ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ട് അതിനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും, അതിനകത്ത് പ്രശ്നമില്ല. ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ജനാലയില്ലേ, ഈ ജനാല സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലയാണ് ഇവിടെ കൊടുത്തേക്കുന്ന 3 പാളികളുടെ. അതേപോലെ തന്നെ ഇവിടെ DB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് അതിനകത്ത് ഉള്ളിലായിട്ട് V-ഗാർഡിൻ്റെ വയറിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ബ്രേക്കേഴ്സ് ഇതെല്ലാം V-ഗാർഡിൻ്റെയാണ്, 3 ഫേസ് കണക്ഷനാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇത് ബോക്സ് വരുന്നത് പോളി ക്യാബിൻ്റെ ബോക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാധാരണ രീതിയിൽ ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗമൊക്കെ വരുമ്പോഴാണ് കൂടുതലും സ്പേസ് വേസ്റ്റ് ആവുന്ന ഭാഗം. പക്ഷേ ഇവിടെ സ്റ്റെയറിൻ്റെ ഭാഗം നോക്കിക്കാം, ശകലം പോലും സ്പേസിനെ അവർ വിട്ട് കളഞ്ഞിട്ടില്ല. ഇവിടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് വാഷ് ഏരിയ ഇവർ ഒരുക്കിയിരിക്കുകയാണ്. ഈ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, ഈ ഒരു ടോപ്പ് വരുന്നത്. സെരയുടെ ബേസൺ, അത് അത്യാവശ്യം വലിയ ബേസൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിറ്റിങ്സ് എല്ലാം സെരയുടെ തന്നെയാണ്. പിന്നെ ഇത് മിററും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു WPC ഒരു ലൂവർ ഡിസൈൻ വർക്കാണ്. ഇതും നല്ല മെറ്റീരിയലാണ് കേട്ടോ, നമ്മുടെ ഓഫീസിൽ അതെ നമ്മുടെ ഓഫീസിൽ ഉപയോഗിച്ച സെയിം മെറ്റീരിയലാണ്. അപ്പോൾ നല്ല മെറ്റീരിയലാണ് അത് കേട്ടോ. പിന്നെ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് ഇവിടെ കറക്റ്റ് സ്പേസ് ആണ്. കാരണം എന്തെങ്കിലും ആവശ്യം വെക്കാനുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി, പിന്നെ അല്ലാതെ വാഷ് ചെയ്യാൻ മാത്രം വന്നാൽ മതി. കൃത്യമായിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ തലയൊന്നും ഇടിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാനൊരു 5 അടി 5.5 അടി 5.25 അടിയൊക്കെ ഉണ്ട്. 6 അടി ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് തല മുട്ടിയേക്കാം, അല്ലേ? അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് എത്താനായിട്ട് പറ്റും. വേസ്റ്റ് ആക്കിയിട്ടില്ല സ്ഥലം, ശകലം പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. കാരണം ഈ ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളെല്ലാം സെയിം തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി സീലിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ സീലിംഗ് നമ്മൾ ക്ലീഷയാണല്ലോടാ. ഇത് നമ്മൾ സാധാരണ ക്ലീഷയെ കണ്ടുവരുന്ന ഡിസൈനാണ്. ആ ഒരു സ്ട്രിപ്പ് ലൈറ്റുകളും ആ ഉള്ളിൽ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിസൈനാണ്, അതിനൊന്നും മാറ്റമൊന്നുമില്ല. പിന്നെ അടുത്ത വേറൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് അറിയാം. ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് മാറി പലരും ഒരു വട്ടം ഒരു ക്ലയൻറ്റ് വന്ന് ചോദിച്ചിട്ട് ആള് തർക്കിച്ച കാര്യമുണ്ട്. എന്താണെന്ന് നിനക്കറിയാം? കിച്ചണായിരിക്കും. അതെ, കിച്ചൺ.
ഞങ്ങൾക്ക് ക്ലോസ്ഡ് കിച്ചൺ വേണം. ഇപ്പോൾ കാണുന്ന എല്ലാം ഓപ്പൺ കിച്ചൺ ആണ് എന്നുള്ള കാര്യം. പല ബിൽഡേഴ്സ് ഇപ്പോൾ ക്ലോസ്ഡ് കിച്ചൺസ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഈ ബിൽഡർ എന്താണെന്നറിയത്തില്ല, ആൾ ക്ലോസ്ഡ് കിച്ചൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ എപ്പോഴും പറയും നമുക്ക് വീട് പണിയുമ്പോൾ ക്ലോസ്ഡ് കിച്ചൺ മതി. എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിച്ചണിനകത്ത് നമ്മൾ മീൻ വറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി വെക്കുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് വീടിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്താതിരിക്കുമല്ലോ. മോഡേൺ കിച്ചണൊക്കെ മോഡേൺ കിച്ചൺ ഈ പറഞ്ഞോണൊക്കെ ഇലക്ട്രിക് ചിമ്മിനി ഉണ്ടെന്നുണ്ടെങ്കിൽ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയും. പക്ഷെ എന്നിരുന്നാലും കുറച്ചെങ്കിലും സ്മെല്ല് വരില്ലേ, അടുക്കളയൊക്കെ നീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് കണ്ടാലോ. തീർച്ചയായിട്ടും ഓരോരുത്തർക്ക് ഓരോ കൺസേൺ അല്ലേ. ചിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. കൺസേൺസ് താഴെ കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കയറിയാലോ. വാ തിരക്കേടില്ലല്ലോ അല്ലേ? അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കിച്ചണ്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയേ, ഗ്രേ ബീജ് വൈറ്റ് കളർ കോമ്പിനേഷൻ. കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ മുകളറ്റം വരെ ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരുപാട് കളർ മിക്സ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാണ്. ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കിച്ചൺ കാണാനായിട്ട്. അപ്പോൾ ടോപ്പിൻ്റെ കാര്യം പറയാം, എൽ ഷേപ്പിലെ ടോപ്പാണ് കൊടുത്തേക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പ് വരുന്നത്. അത്യാവശ്യം ഉയരമുണ്ട്. ഏകദേശം എന്നെപ്പോലെ ഒരാളുടെ ഈ ഒരു ഇത്രയും വരെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളി. ഇത് കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാട്ടോ. അവിടെയായിട്ട് ഇലക്ട്രിക് ചിമ്മിനി ബ്ലോ ഹോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ആ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഗ്യാസ് സ്റ്റൗ നിങ്ങൾക്ക് വെക്കാനുള്ള സ്പേസ് ഇവിടെയായിട്ടാണ്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ്. ഇതെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഫുള്ളും എല്ലാവരും ഇപ്പോൾ മൾട്ടിവുഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്വിച്ച് പോയിന്റുകൾ, നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് അടുക്കളയിലുള്ള മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള സ്വിച്ച് പോയിന്റുകൾ, ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകൾ. അപ്പോൾ ഇതിനകത്തൊരു ഹൈഡ്രോളിക് സ്ട്രട്ട് കൂടെ കൊടുത്തിരുന്നത് നന്നായിരിക്കും. നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുക. കാരണം തുറന്നങ്ങ് വിട്ടാൽ മതി, പിന്നെ എല്ലാം പിടിച്ചറിയാം. പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും. അപ്പോൾ ഡ്രോകൾ നോക്കിയാൽ കൊള്ളാമല്ലേ. കുഴപ്പമില്ലാത്ത തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്കിൻ്റെ കാര്യം നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ പ്ലേറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഈ ബിൽഡേഴ്സ് എല്ലാവരും അവരും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ചിലപ്പം ഇത്ര കുറച്ചേ ഉള്ളെങ്കിൽ കൂടി ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോറേജ് സ്പേസുകൾ നിർത്താറാണ് പതിവ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ മുകളിലേക്കും ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തേക്കും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എക്സ്പെൻസീവ് സ്ക്വയർ ഫീറ്റ് പെടുന്ന കാര്യം തന്നെയാണ്, അവർ അഡീഷണൽ വർക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ ബിൽഡർ അത് നോക്കാതെ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ എടുത്ത് പറയണം. പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്. സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള ചെറിയ വീടിൻ്റെ ചെറിയ സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ അടുക്കളയിലേക്കൊക്കെ വരുമ്പോൾ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് വരുമ്പോൾ ഹോളിൽ വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ അടുക്കളയ്ക്കുള്ളിലൂടെ നടക്കുന്ന പാസേജ് സ്പേസിൽ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ കറക്റ്റ് കോർണർ സ്പേസിൽ അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പോയിന്റ് കൂടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ സാധാരണ ഇതിൽ ടൈലിൻ്റെ കളറൊക്കെ മാറ്റാറുണ്ട് പലരും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നോർമൽ നമ്മൾ കാണുന്ന കളർ ടൈലുകൾ തന്നെ. ഇനി ഇതാ മുകളിലേക്ക് സീലിംഗ് നോക്കിയാൽ അടുക്കളയ്ക്കുള്ളിലും ആ ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തേക്കുന്നതാണ്. സെയിം ക്ലീഷ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതൊക്കെ സെയിം തന്നെയാണ്. എല്ലായിടത്തും പുതുമയൊക്കെ വരുത്താൻ പറ്റുമോ? വളരെ പാടാണ്. പുറത്തേക്ക് ഇറങ്ങിയാലോ? അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതാണ് നമുക്ക് വർക്ക് ഏരിയ ചെയ്യാൻ ഭാഗത്തിനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു ഭാഗം. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ട് മറയ്ക്കണം, കമ്പൽസറി നമ്മൾ മറയ്ക്കണം. കാരണം തൊട്ട് ചേർന്ന് തന്നെ വേറെ വീട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇവർ മറച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മറച്ച് തന്നെ എടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇനി ഒരു കിച്ചൺ ടോപ്പും കൂടെ വേണം. കിച്ചൺ ടോപ്പ് ചെയ്ത മാതിരി ഒരു ടോപ്പും കൂടെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വർക്ക് ഏരിയ നല്ല രീതിയിൽ സൗകര്യപ്പെടുത്തി സെറ്റാക്കി എടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കവർ ചെയ്ത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ ഇവിടേക്ക് വന്നാൽ വീടിൻ്റെ പുറകുവശം നിങ്ങൾക്ക് കാണാം. വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ചുറ്റുമതിലുമായിട്ട്. കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാവുന്ന സ്പേസ് അല്ലേടാ. അപ്പോൾ എന്നെ പോലെ ഇച്ചിരി തടിയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടായിരിക്കും അല്ലേ? ഇതൊന്നും ഒരു തടിയല്ല സാർ. അല്ലേ? അപ്പോൾ നോക്കാം, കുഴപ്പമില്ല. മനസ്സിനൊരു ചെറിയ സന്തോഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്കിനി ബെഡ്റൂംസിലേക്ക് പോകാം. ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പം ബെഡ്റൂമാകും താഴത്തെ നിലയിൽ ഒരെണ്ണം മാത്രമാണ്, മുകളിലാണ് ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ കൊടുത്തേക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഇതാണ് ഡോർ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡോർ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അത് മാത്രമല്ല ഒരു തീം ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഡോറും നമ്മുടെ മെയിൻ ഡോറിനും ഏകദേശം ഒരേ ഡിസൈൻ പെയിന്റ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫ്രെയിം വർക്ക് തന്നെയാണ് ഇവരിവിടെ ജനാലകൾക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു തീം അവർ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കയറിയാലോ? ബെഡ്റൂം കാഴ്ചയിൽ തരക്കേടില്ല, വലിപ്പം തോന്നിക്കുന്നുണ്ട്. നമുക്ക് നീളം വീതി നോക്കിയാലോ? നോക്കാം.
വീതിയുടെ കാര്യം പറഞ്ഞാൽ 10.18 അടിയാണ് കേട്ടോ. നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 12.54 അടി, ഏകദേശം 127.21 സ്ക്വയർ ഫീറ്റ്, 127.21 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ്. ഇനി മീറ്റർ സ്ക്വയറിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ 11.818 മീറ്റർ സ്ക്വയർ, 11.818 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനകത്ത് തർക്കമായിട്ടില്ലാത്ത വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്, അതും ഈ തീമിൽ വന്നിട്ടുണ്ട്. അതും തീമിലുണ്ട്. വേറൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? എന്താ? സാധാരണ ഇതിൽ വാർഡ്രോബ് ചെയ്യുന്ന സമയത്ത് ബെഡ്റൂമിൻ്റെ സ്പേസ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ വാർഡ്രോബിൻ്റെ സ്പേസ് വീട് പണിയുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടും അവർ ആലോചിച്ച് കണ്ട് ചെയ്തിട്ടുണ്ടായിട്ട് ബെഡ്റൂമിൻ്റെ സ്പേസിനെ അധികം വേസ്റ്റേജ് ആക്കാതെ ഉള്ളിലേക്ക് കയറ്റിയാണ് ഈ ഒരു വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിനകത്ത് കുറച്ചധികം സ്പേസ്, ഏകദേശം ഒരു 6-8 സ്ക്വയർ ഫീറ്റ് എങ്കിലും നമുക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സ്പേസ് വാർഡ്രോബിന് ഉള്ളിൽ നോക്കിയേ, ഉള്ളിൽ നമുക്ക് നല്ല സ്ഥല സൗകര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനും പറ്റും. അപ്പോൾ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയറിയാം, അല്പം ഉള്ളിലേക്ക് മാറിയാണ് ആ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബിന് ആ ഒരു സ്പേസ് കിട്ടുന്നത്. ഇവിടെ സെൻട്രലായിട്ട് ഡ്രസ്സിങ് ഏരിയ, ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഈ ജനാലകൾ നോക്കിയേ, ഇവിടെ 3 പാളികളുടെ ജനാലയും ഇവിടെ 2 പാളികളുടെ ജനാലയും കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തികളിലും ജനാലകൾ അവർ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡ് സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകൾ വരുന്നത്. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ ഒന്ന് കാണിച്ചു കൊടുത്തേ. സെയിം നമ്മൾ ലിവിങ്ങിലും അടുക്കളയിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ്, മാറ്റമൊന്നുമില്ല അല്ലേ? സീലിങ്ങിലേക്ക് നോക്കാം. സീലിങ്ങും ക്ലീഷേ ഡിസൈൻ തന്നെ, ഇപ്പോൾ കണ്ടുവരുന്ന എല്ലായിടത്തും പുതിയ ഡിസൈൻ തന്നെ. സത്യം പറഞ്ഞാൽ സീലിംഗ്, എനിക്ക് ഈ ജിപ്സം സീലിങ്ങിനോട് വലിയ താല്പര്യമില്ല. അല്ലാതെ ലൈറ്റുകൾ മാത്രം കൊടുത്ത് മുകൾ ഭാഗം സിമ്പിൾ ആക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് ഇഷ്ടം. നിനക്ക് ഇഷ്ടമാണല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടെ ഒന്ന് കമന്റിൽ പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കയറിയാലോ. അപ്പോൾ ബാത്റൂമിന്റെ ഡോർ എന്ന് പറഞ്ഞാൽ PVC ഡോർസ് ആണ്, FRP ഡോർസ് അല്ല കൊടുത്തേക്കുന്നത്. ബാത്റൂം ഒരുപാട് വലിയ സ്പേഷ്യസ് ഒന്നും അവകാശപ്പെടുന്നില്ല, എങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത വലിപ്പമുണ്ട്. കാര്യങ്ങളൊക്കെ നടക്കും. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് സെറയുടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിറ്റിങ്സ്, ഇതും സെറയുടെ തന്നെയാണ് ഫിറ്റിങ്സ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഷവറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ടൈല് കണ്ടോ, മുകളിലറ്റം വരെയും ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ട്, മുകളിലറ്റം വരെയും ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ ഹീറ്ററിനുള്ള പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, എയർ വെന്റിലേഷൻ വിൻഡോ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി അറ്റത്തായിട്ട് ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ, സെറയുടെ അത്യാവശ്യം വലിപ്പമുള്ള ബേസനൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ മിററും LED ലൈറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഇനി അഡീഷണൽ വാങ്ങിക്കേണ്ട, ആ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് കയറിയാലോ. താഴത്തെ റൂമുള്ളൂ, താഴത്തെ റൂമേ ഉള്ളൂ, കാരണം സ്ക്വയർ ഫീറ്റ് അത്രയും അല്ലേ ഉള്ളൂ, 1550 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെയർ നേരത്തെ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഉപയോഗിച്ചത്. പിന്നെ ഈ ഒരു തൂൺ, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു തൂൺ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത് തന്നെയാണ്. പടികൾ ഗ്രാനൈറ്റും ടൈലുകളും നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളും ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാനില്ല. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് എനിക്കറിയാമോ? നമ്മൾ സാധാരണ ഇതിൽ 3 ബെഡ്റൂമുള്ള ചില വീടുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞൊരു സാധനമേ ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, കൃത്യമായിട്ടും കയറി വരുന്ന നല്ലൊരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് സ്പേസിനും അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല സ്പേസ് ഉണ്ട്. കൃത്യമായിട്ടും ഇവിടെ വലിയൊരു TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കും. ഈ ഒരു വീടിൻ്റെ പ്രൈസാണ് അട്രാക്റ്റീവായിട്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതൊക്കെ ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ്, അതായത് ഈ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഒരു കേട്ടോ. അതും എന്താ പറയുക, ഈ സ്ഥലവും വീടും കൂടെ കേട്ടോ, രണ്ടും കൂടെ ഉള്ള പ്ലേസാണ്. അപ്പോൾ ഇവിടെ TV വെക്കാനുള്ള സ്പേസ്, ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചുകൊണ്ട് ഭംഗിയാക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല, ഇവിടെയായിട്ട് മുകളിലത്തെ DBയുടെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയും 3 പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ. അവിടെ കൊടുത്തിരിക്കുന്ന പർഗോളകൾ കണ്ടോ, അതിൻ്റെ ഇടഭാഗങ്ങളിലായിട്ട് സ്ക്വയർ ട്യൂബ് വെച്ചുള്ള വർക്കുകൾ അവിടെ ചെയ്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അവിടെ കയറി വരുന്ന ഭാഗത്തൊരു സീലിംഗ് വർക്ക് അവിടെ കൊടുത്തിരിക്കുന്നതാണ്, ഒരു സർക്കിൾ ഷേപ്പിലായിട്ട് സീലിംഗ് വർക്കും. ആ ലൈറ്റ് അങ്ങനെ മിന്നിത്തിളങ്ങുന്നതല്ല, അത് എന്തോ ഒരു കംപ്ലൈൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, അത് എന്തൊരു കംപ്ലൈൻറ്റ്. പിന്നെ മിന്നിത്തിളങ്ങുമ്പോൾ കാണാൻ. പിന്നെ ഇവിടെ ആ ഒരു സീലിംഗ് വർക്ക് ഇവിടെ പോയേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ താഴത്തെ സമാനമായ ക്ലീഷ സീലിംഗ് വർക്ക് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒറ്റയടിക്കാൻ 2 ഡോറുകൾ കാണാം, മനോഹരമായിട്ടുള്ള 2 ഡോറുകൾ. അപ്പോൾ 2 ബെഡ്റൂംസിലേക്ക് ഇത്രയും വലിയ കട്ടളൊക്കെ വെച്ചടിക്കുമ്പോൾ നല്ല കാശാണ്. ഇവിടെ ഇതും കട്ടളയല്ല, നമ്മൾ അവിടെ കണ്ട പോലെ ചെറിയ കട്ടള ഇവിടെ ഉള്ളത്. പക്ഷെ ഇവരെയും ആ ഒരു കട്ടള വീതി കിട്ടാൻ വേണ്ടിയിട്ട് ആ
ഒരു മൾട്ടിവുഡ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ ഭാഗത്ത് തട്ടുമ്പോൾ സൗണ്ട് കണ്ട, വുഡിൽ തട്ടിന് ഇവിടെ സൗണ്ട് വ്യത്യാസം കണ്ട. സത്യം ഈ ഒരു സാധനം മൾട്ടിവുഡിൻ്റെ ആണ്. അപ്പം ആ ഒരു കട്ടലയോടെ ചേർത്തിട്ട് അവർ ചെയ്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല വീതിയുള്ള കട്ടലയൊന്നുമില്ല. കാണുമ്പോൾ ഒരു വലിയൊരു എടുപ്പ് തോന്നും, പക്ഷെ അത്രയില്ല. അപ്പോൾ നമുക്ക് ബെഡ്റൂംസിലേക്ക് അറിയാലോ. നമുക്ക് മുകളിലത്തെ ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം തോന്നുന്നു കേട്ടോ. നല്ല വലിപ്പമുണ്ട് കാഴ്ചയിൽ അല്ലേ. നമുക്ക് നീളവും വീതിയും ഒക്കെ നോക്കാം. ഏകദേശം 11.64 അടിയാണ് വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം നോക്കാം, 12.62 അടി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്നതിനേക്കാൾ ഒരു കുറച്ച് സ്ക്വയർ ഫീറ്റ് കൂടെ കൂടുതലുണ്ടാവും. ഞാൻ 146.92 സ്ക്വയർ ഫീറ്റാണ് നമ്മളിപ്പോൾ അളന്നേക്കുന്നത്. ഇപ്പോൾ 146.92 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 13.649, 13.649 മീറ്റർ സ്ക്വയർ. അപ്പം ഇതിനേക്കാൾ ഉണ്ട്, കാരണം ഈ ഒരു ഭാഗം നമ്മൾ അളന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് കൂടുതലുണ്ട്. ഇവിടെ ഈ 2 ഭിത്തികളിലും ജനാലയുണ്ട്. ഇവിടെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട് 3 വാളുകളുടെ, ഇവിടെ 2 വാളുകളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാർഡ്രോബിനെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു. വാർഡ്രോബിനകത്ത് ഡ്രസ്സിംഗ് മിററിനെ കൊടുത്തിട്ടില്ല, കാരണം ഡ്രസ്സിംഗ് മിററിനെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ 4 ഡോറുകളുള്ള വാർഡ്രോബ് തന്നെയാണ്. സെയിം താഴത്തെ ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് നമ്മളുടെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മിറർ നമുക്ക് കാണാം. സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്, ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. താഴത്തായിട്ട് ഡ്രോകളൊക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസിനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിങ് ഏരിയയില് ഇങ്ങനെ സെപ്പറേറ്റ് തന്നെയല്ലേ ശരിക്കും നല്ലത്? തീർച്ചയായിട്ടും ഡ്രസ്സിങ് ഏരിയ എപ്പോഴും ഇച്ചിരി സെപ്പറേറ്റഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറം രാജ്യങ്ങളിലുള്ള ആളുകളിൽ അവർ കൂടുതലും ഇതിനൊരു ക്ലോസറ്റ് സ്പേസ് എന്ന് തന്നെയാണ് പറയാറ്. നമ്മുടെ ക്ലോസറ്റ് അല്ല കേട്ടോ, അതിന് ക്ലോസറ്റ് സ്പേസ് എന്നാണ് പറയാറ്. ആ ഒരു ക്ലോസറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് ഏരിയയ്ക്ക് മാത്രമുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവിടെ നമുക്ക് വാർഡ്രോബും എല്ലാം കൂടെ ചേർന്നൊരു സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അല്ലെങ്കിൽ വാക്കിംഗ് വാർഡ്രോബ് എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു സ്പേസ് ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ്, പിന്നെ കുറച്ചുകൂടെ സ്പേസ് വേണം. എല്ലാവർക്കും ഒന്നും താങ്ങബിൾ അല്ല. അപ്പോൾ നമുക്ക് താങ്ങബിൾ ആകാം സാധനം ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട് ആ ഒരു ഭാഗം ചെയ്തേക്കുന്നത്. സീലിംഗ് വർക്കൊക്കെ നോർമൽ തന്നെയാണ്, അത് വലിയ വ്യത്യാസമൊന്നുമില്ല. നോർമൽ ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ്. ഇനി എനിക്ക് അടുത്ത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. കുഴപ്പമില്ല, ഒരുപാട് വലുതല്ല, പക്ഷേ എന്നിരുന്നാലും നോർമൽ സ്പേസ് ഉണ്ട്. ലാസ്റ്റ് പോർഷനിൽ ആ ക്രമീകരണങ്ങൾ മാറ്റിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ലാസ്റ്റ് പോർഷനിലാണ് ക്ലോസറ്റ് ഏരിയ, ഫ്ലോർ മൗണ്ടർ ആയിട്ടുള്ള ക്ലോസറ്റ് ഏരിയ. പക്ഷേ എനിക്ക് അതിനകത്ത് ചെറിയൊരു സംശയം തന്നെ, ഇതെന്തിനാ ഇത്രയും ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു സംശയം. ഇത്രയും ഗ്യാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം കറക്റ്റ് ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിന് ആയിരിക്കാം മേ ബി. ഈ ഒരു സെൻട്രലായിട്ടാണ് ആ ഒരു എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നത്. അതിന് മുകളിലായിട്ട് ആ ഒരു റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹീറ്റർ എന്നുള്ള പോയിന്റ് അവിടെ കാണാം. ഇവിടെ മുകളിൽ വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ആ വലിയ ടൈൽസ് മുകളിൽ വരെ ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഇനി ഇങ്ങേറ്റത്തായിട്ട് ഇപ്പോൾ വാഷ് ബേസും സെറയുടെ സെയിം ബേസും നിറവ് LED ലൈറ്റ്. അപ്പോൾ ഒരുപാട് വലുതൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല, അത്രയ്ക്കുള്ളതൊന്നുമില്ല. പക്ഷേ മീഡിയം വലിപ്പമുള്ള ബാത്റൂം തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഡോറിനോട് ചേർന്നുകൊണ്ട് നമ്മൾ കണ്ടതാണ് 3ാമത്തെ ബെഡ്റൂം. അകത്തേക്ക് കയറാം. അപ്പോൾ ഇതും കാഴ്ചയിൽ തരക്കേടില്ലാത്ത വലിപ്പം തോന്നുന്ന ഒരു ബെഡ്റൂമാണ്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വീതിയുടെ കാര്യം നോക്കാം. ഏകദേശം 9.12 അടിയാണ് ആ വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കാം, കാരണം ഇവിടെ വെച്ച് ഈ ഒരു വാർഡ്രോബ് കൂടെ ഉള്ളത് നമ്മളിങ്ങനെ നോക്കാൻ പാടുള്ളൂ. 13.18 അടിയാണ് വരുന്നത്. ഏകദേശം 120.16 സ്ക്വയർ ഫീറ്റ്, 120.16 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 11.163 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇവിടുത്തെ വാർഡ്രോബ് കണ്ടോ, തീർച്ചയായിട്ടും ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസിനെ അപഹരിച്ചിട്ടുണ്ട് ഈ പയ്യൻ അല്ലേ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ മുകളിലൊക്കെ സ്പേസ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. വലിയ ഡോറുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ ജനാലയുടെ സ്ഥാനം. ഇപ്പോൾ ഇവിടുത്തെ ജനാലകൾക്ക് പോലും ആ ഒരു ഫ്രെയിം വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കിയാൽ ഇത് കൊള്ളാല്ലേ, ഇത് ക്ലീശയല്ല. ഇത് സാധാരണ നമ്മൾ കാണുന്ന ഡിസൈനല്ല, അത്യാവശ്യം വെറൈറ്റി ഡിസൈനാണ്. ഇനി ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ ആണ് എനിക്ക് ഒരു ഇച്ചിരി ഇതായിട്ട് തോന്നുന്നത്. ഒരു ഇച്ചിരി ഇടുക്കം ഫീൽ ചെയ്തത്, മിററൊന്നും കൊടുത്തിട്ടില്ല, ഒരു ഇച്ചിരി ഇടുക്കം ഫീൽ ചെയ്തു. കാരണം ഇതുവഴിയാണ് ബാത്റൂമിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഇത്രയും ഒരു സ്പേസ്, പക്ഷേ ഉള്ള സ്പേസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ശകലം പോലും സ്പേസിനെ വേസ്റ്റ് ചെയ്തിട്ടില്ല. വെറുതെ ഇട്ടെങ്കിൽ എന്തിനുള്ള വെറുതെ ഇട്ട ഒന്നിനും കൊള്ളില്ല. കാരണം ഈ ഒരു സ്പേസ് കൃത്യമായിട്ട് ഡ്രസ്സിംഗ് മിറർ, ഒരാളല്ലേ അറ്റ് എ ടൈമിൽ ഡ്രസ്സിംഗ് മിറർ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ ബാത്റൂമിൻ്റെ സ്ഥാനം ഒരു ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ബാത്റൂമാണ്. ലാസ്റ്റ് വാഷ്മായിട്ട് ക്ലോസ് ചെയ്യും. പക്ഷെ ഇവിടെ ആ ഒരു സ്പേസ് ഇട്ടില്ല കേട്ടോ. കൃത്യമായിട്ടും കറക്റ്റ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്ലോർ മൗണ്ടർ ആയുള്ള ക്ലോസറ്റ് സെറ്റാണ്. മുകളറ്റം വരെയും ടൈലുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം.
നമുക്ക് എക്സോസ്റ്റ് ഫാൻ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. എയർ വെന്റിലേഷൻ വിൻഡോ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഓപ്ഷനായിട്ട് വാഷ് ബേസൺ, സെരയുടെ വാഷ് ബേസൺ, മിറർ, LED ലൈറ്റ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പം 3 ബെഡ്റൂമും സെറ്റാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് വരുന്നത് കേട്ടോ. അപ്പോൾ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഓപ്പോസിറ്റുള്ള വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ആ കാണുന്ന വീട് ഇച്ചിരി ബഡ്ജറ്റ് കുറവ്, സെയിം ഇതേ ബഡ്ജറ്റ് 2-3 ലക്ഷം കൂടുതലേ ഉള്ളൂ. ഇത് ഒരു 80 ബഡ്ജറ്റ് എന്തോ ആണ് ഈ ഒരു വീട് വരുന്നത്. അപ്പം തൊട്ട് ചേർന്ന് വലിയ വീടാണ്. അത് വലിയ വീടാണ്, കുറച്ച് നല്ല സ്പേഷ്യസ് ആയ വീടാണ്. ഈ കാഴ്ചയിൽ തന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി നമ്മുടെ ബാൽക്കണിയെ പറ്റി പറയണ്ടേ. നമ്മുടെ ബാൽക്കണി കുഴപ്പമില്ല, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ കൂട്ട് തന്നെ നല്ല സ്പേസ് ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഏറ്റവും ടെക്സ്ചർ വർക്ക്, താഴത്ത് കണ്ടുള്ള ടെക്സ്ചർ വർക്ക്. പിന്നെ ഈ ബാൽക്കണി ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി നിൽപ്പുണ്ട് കേട്ടോ. ഇന്ന് കാണിച്ചു കൊടുത്തേ, കുറച്ച് ഭാഗം ഇവിടേക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസും കൂടെ നമുക്ക് അവിടെ എങ്ങനെയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ബാൽക്കണിക്കകത്ത് ഒരു കുഞ്ഞ് സീലിംഗ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ക്ലീശയാണ്, ഇത് തടിയുടെ ആ ഒരു ഡിസൈൻ അല്ലേ സ്ഥിരം നമ്മൾ. ഇനി അടുത്ത എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കാരണം 3 ബെഡ്റൂമുള്ള വീടാണ്, 1550 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. യൂട്ടിലിറ്റി സ്പേസ് താരതമ്യേന ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്. അതും കോൺക്രീറ്റ് ഇട്ട സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഷീറ്റ് എടുത്തേക്കുന്ന സ്പേസ് അല്ല. ഫ്ലോറിങ്ങിൻ്റെ ടൈലും ഒക്കെ ഇവിടെ ഒരു വുഡ് പാറ്റേൺ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ടൈലുകൾക്ക്. ഇവിടെ വിൻഡോസിന് വലിയ സ്ക്വയർ ട്യൂബ് പോസ്റ്റാണ് അവർ ചെയ്തേക്കുന്നത്. അതും കൊള്ളാം അല്ലേ? കൊള്ളാം. ഇവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ തുറന്ന് മുകളിലേക്ക് കയറാം കേട്ടോ. അകത്തേക്കാണോ? ഓക്കെ. ഇതും കൊള്ളാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടികൾ ഇവർ ഇങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത് നന്നായിട്ടുണ്ട്. മറ്റേ സ്ക്വയർ ട്യൂബ് വെച്ച് ചെയ്യാതെ ഇത് ചെയ്തേക്കുന്നുണ്ട്. പേടി കൂടാതെ കയറാൻ പറ്റും. മറ്റേ ഉള്ളിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു ഭയം നമുക്കുണ്ടാവും കയറുന്ന സമയത്ത്. അപ്പോൾ ഇവിടേക്ക് വന്ന ഈ ലൊക്കേഷൻ നമുക്ക് കാണാം. തൊട്ട് സൈഡിലെല്ലാം വീട് തന്നെ, എല്ലായിടത്തും വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വലിയ ഒരു വാട്ടർ ടാങ്ക്, 750 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വെക്ടസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. ട്രിപ്പിൾ ലെയർ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ടാങ്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം, ആ ഒരു A ഷേപ്പിൻ്റെ ഭാഗത്ത് ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മിക്കവാറുള്ള വീട്ടിൽ ഇങ്ങനെയുള്ള സ്പേസൊക്കെ എവിടെയെങ്കിലും കയറുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, അത്യാവശ്യം 2 കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പറയണ്ട. അല്ല, അന്നേരം ഒരാൾ കമൻറ്റ് ചെയ്തേക്കാണ്, നിങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കാമല്ലോ. പക്ഷെ മദ്യപിക്കാത്ത ആരാണുള്ളത്? ഞാൻ മദ്യപിക്കുന്ന ആളാണ്, ഇല്ലെന്ന് ഞാൻ ഇല്ലാത്ത കാര്യം പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന ഒരാളാണ്, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നു. ആരെയും ശല്യം ചെയ്യാൻ പോകാറില്ല, മറ്റുള്ളവരോട് പുറത്ത് പോകാറില്ല, ബാറിൽ പോയി കുടിക്കാറുമില്ല. പക്ഷേ ഇതൊക്കെ എന്താ ബുദ്ധിമുട്ട്? ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇവിടെ വിൽക്കാൻ പറ്റും, ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, ഗവൺമെൻറ് ടാക്സ് പിടിക്കാം. അപ്പോൾ പിന്നെ കഴിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ കഴിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ശല്യം ഉണ്ടാക്കുമ്പോഴാണ് അതൊരു തെറ്റാവുന്നതും ഒരു ന്യൂസൻസ് ആവുന്നതും പ്രശ്നക്കാരനാവുന്നതും. അതുകൊണ്ട് മദ്യപാനം എന്ന് പറയുന്ന സാധനം തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ എന്തൊക്കെ സാധനം മനുഷ്യർക്ക്, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ആ സാധനം എല്ലാം നിയമപരമായിട്ട് ഇവിടെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും വിൽക്കാൻ പാടില്ല, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ സിഗരറ്റ് ഇതെല്ലാം വിൽക്കരുത് ഇവിടെ, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനേ സമ്മതിക്കരുത്. ഇത് ഫുള്ളി നിരോധനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നികുതിയും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ്റിന് വേണം. അപ്പോൾ അവനവന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അവനവന് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇത്ര മാത്രമേ എൻ്റെ ഒരു കാഴ്ചപ്പാടതാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ്, ഞാൻ ഒരിക്കലും ഒരാളെയും എന്തായാലും ഇത് കാരണം നിങ്ങൾ ഉപയോഗിക്കണം എന്നെന്തായാലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ കമൻറ്റ് ഇട്ടേക്കുന്ന ആളോട് എനിക്കൊരു വിയോജിപ്പുമില്ല. ഇത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യമോടെ പറയട്ടെ. അപ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞില്ലേ? പ്രൈസ് പറഞ്ഞില്ല. ഏറ്റവും അട്രാക്റ്റീവ് ആയുള്ള കാര്യം, ഈ വീടിന് അധികം പ്രൈസൊന്നുമില്ല. 57 ലക്ഷം രൂപയാണ് 3 സെൻറ്റ് സ്ഥലത്തിനും 1550 സ്ക്വയർ ഫീറ്റ് വീടിലും കൂടെ അവർ ചോദിക്കുന്ന പ്രൈസ്. അത്യാവശ്യം എന്താ പറയുക, റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്, ഒരുപാട് വലിയ പ്രൈസ് അല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണ്ടേ? നമ്പർ ഡിസ്ക്രിപ്ഷൻ, ഫിനാൻസിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞത്, നമ്പർ എടുക്കുക, അവരോട് തന്നെ പറയുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ നേരിട്ട് വന്ന് വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഡീലിലേക്ക് ഉറപ്പ് കൊടുക്കുക, ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ. ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. അതല്ല ഷെയർ ചെയ്ത് കൊടുക്കാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതൊന്ന് പരിഗണിച്ചേക്ക്. ഓക്കെ, ശരി, ബൈ.